എല്ലാവർക്കും നമസ്കാരം. സമീപ സമയത്ത് കേരളം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ അംഗീകരിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു വ്യക്തിത്വമാണ് സഫിയ എന്നൊരു അനുമാനത്തിലാണ് ഞാൻ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൻ്റെ കാരണങ്ങൾ പിറകെ പറയാം. ആദ്യം സഫിയനെ പരിചയമില്ലാത്തവരാരും ഉണ്ടാവും തോന്നുന്നില്ല. എന്നിരുന്നാലും സഫിയ പ്രസിദ്ധമായത് 2 കേസുകളിലൂടെയാണ്. ഒന്ന് ഖുറാൻ സുന്ന സൊസൈറ്റി കൊടുത്തിട്ടുള്ള ഒരു കേസിനകത്ത് സഫിയ അടക്കമുള്ള 7 പേര് കക്ഷി ചേരുകയും, രണ്ടാമതൊരെണ്ണം സ്വന്തം പിതാവിൻ്റെ സ്വത്തിൽ തുല്യ അവകാശം കിട്ടാനായി കൊടുത്തൊരു കേസിലും. നമുക്ക് സഫിയോട് ചോദിക്കാം, ഈ രണ്ടിൻ്റെയും ഇന്നത്തെ അവസ്ഥ. 1 വർഷം മുന്നാണ് സഫിയ അവസാനമായിട്ട് അതിൻ്റെ ഒരു അപ്ഡേഷൻ പറഞ്ഞേക്കണത്. അപ്പോൾ ഈ 2 കേസിൻ്റെയും ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് തുടങ്ങാം. ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് ചിലപ്പോൾ പുതിയതായിട്ട് കേൾക്കുന്ന ആൾക്കാരുണ്ടാവാം, അതുകൊണ്ട് ഞാൻ 2 കേസും ചെറുതായി എന്താണെന്ന് പറയാം. ഒന്നാമത്തേത്, ഇത് മുസ്ലിം വ്യക്തി നിയമം എന്ന് പറയുന്നത് ഒരു ജെൻഡർ ജസ്റ്റിസ് ഇല്ലാത്ത ഒരു നിയമമാണ്. ഈ മുസ്ലിം പേഴ്സണൽ ലോ ശരിയത്ത് ആപ്ലിക്കേഷൻ ആക്ട് 1937 ആക്ച്വലി കോഡിഫൈഡ് അല്ല. ബാക്കി ഇപ്പം നമുക്ക് ഹിന്ദു കോഡ് കോഡിഫൈഡാണ്, അതായത് നിയമരൂപേണ എഴുതപ്പെട്ടിട്ടില്ല. അതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഒരു മുസ്ലിമിൻ്റെ കേസ് ഒരു കോടതിയിൽ വരുമ്പോൾ, സാധാരണ ഒരു ഹിന്ദുവിൻ്റെ കേസാണെങ്കിൽ ഹിന്ദു കോഡിനകത്ത് എന്താണ് എഴുതി വച്ചിരിക്കുന്നത് എന്ന് നോക്കിയിട്ടായിരിക്കും അത് ഡിസൈഡ് ചെയ്യാം. പക്ഷേ മുസ്ലിമിൻ്റെ കേസാണെങ്കിൽ, മുസ്ലിം പേഴ്സണൽ ലോ ശരിയത്ത് ആപ്ലിക്കേഷനിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു കേസാണെന്നുണ്ടെങ്കിൽ അത് ഡിസൈഡ് ചെയ്യുന്നത് മുല്ലയെയും തൊയ്യിബിയെയും ഫൈസിയെയും പോലുള്ള ഇസ്ലാമിക് പണ്ഡിതന്മാർ, മുസ്ലിം പണ്ഡിതൻ എന്ന് പറയാൻ പറ്റില്ല കാരണം മുല്ല മുസ്ലിം അല്ല, അപ്പോൾ ഇസ്ലാമിക പണ്ഡിതന്മാർ എഴുതി വച്ചിട്ടുള്ള പുസ്തകങ്ങൾ റെഫർ ചെയ്തിട്ടാണ്, അതായത് ഖുറാനും സുന്നത്തും നബിചര്യയും അതുപോലുള്ള കുറേ സാധനങ്ങൾ വെച്ചിട്ട് പലരും എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ റെഫർ ചെയ്തിട്ടാണ് ഈ കേസ് നിശ്ചയിക്കേണ്ടി വരിക. കാരണം ഇത് നിയമരൂപേണ എഴുതപ്പെട്ടിട്ടില്ല. വേറെ ഇപ്പോൾ ക്രിസ്ത്യാനികൾക്കും ബാധകമായിട്ടുള്ള ഇന്ത്യൻ സക്സഷൻ ആക്ട് നിയമം രൂപേണ കോഡിഫൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹിന്ദുക്കളുടെ നിയമങ്ങൾ കോഡിഫൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കോഡിഫൈ ചെയ്യപ്പെടാത്തത് കൊണ്ട് തന്നെ ഓരോ ജഡ്ജിയുടെയും നീതിബോധത്തെയും അവരുടെ പേഴ്സണലായിട്ടുള്ള ഒരു പൊളിറ്റിക്സും ഒക്കെ ഇതിനെ ബാധിക്കും. നമ്മുടെ കേസ് ഡിസൈഡ് ചെയ്യുമ്പോൾ ഇറ്റ് ഡിപ്പെൻസ് ഓൺ, സാധാരണഗതിയിലാണെങ്കിൽ ആ നിയമത്തെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഒരു കേസ് നിശ്ചയിക്കപ്പെടുക, കേസിൻ്റെ വിധി നിശ്ചയിക്കപ്പെടുക. പക്ഷേ മുസ്ലിം വ്യക്തി നിയമത്തിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇത് എഴുതി വയ്ക്കപ്പെടാത്തത് കൊണ്ട് അവരുടെ പേഴ്സണൽ പൊളിറ്റിക്സ്, പേഴ്സണൽ ബിലീഫ്സ്, പേഴ്സണൽ നീതിബോധം, ഇതിനെയെല്ലാം ആശ്രയിച്ചിട്ട് മാത്രമേ ഈ കേസിനകത്ത് നമുക്കൊരു വിധി വരുള്ളൂ. കാരണം ഈ പണ്ഡിതന്മാർ അവരേത് പണ്ഡിതനെയാണ്, ഏത് പുസ്തകത്തെയാണ് ആശ്രയിക്കുന്നത് എന്നുള്ളത് അനുസരിച്ചിരിക്കും ഈ ഇത് വരിക. അപ്പോൾ അതുകൊണ്ട് ഖുറാൻ സുന്നത്ത് സൊസൈറ്റി ഒരു 10-16 വർഷമായിട്ട് ഒരു കേസ് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ മുസ്ലിം വ്യക്തി നിയമം ഭരണഘടനാ വിരുദ്ധമാണ്. കാരണം ജെൻഡർ ജസ്റ്റിഫിക്കേഷൻ ഇല്ല. ആർട്ടിക്കിൾ 14, 15 അതായത് നമുക്ക് റൈറ്റ്സ് ഉണ്ടല്ലോ, നമ്മുടെ മൗലികാവകാശങ്ങൾ ആയിട്ട് നമുക്ക് നമ്മുടെ ഭരണഘടന തന്നിരിക്കുന്ന തുല്യത, ഡിസ്ക്രിമിനേറ്റ് ചെയ്യാം, നിയമത്തിൻ്റെ മുന്നിലെ തുല്യത, ഒരു നിയമത്തിന് മുന്നിൽ എല്ലാ പൗരന്മാരും തുല്യരായിരിക്കുമെന്ന് പറയുന്ന ആ ഒരു ആർട്ടിക്കിളും പിന്നെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല, ജാതിയോ മതമോ ലിംഗമോ വർഗമോ ഒന്നും വെച്ചിട്ട് നിങ്ങളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളൊക്കെ ഹനിച്ചുകൊണ്ടാണ് ഈ പറയുന്ന വ്യക്തി നിയമം ഇവിടെ പാലിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മുടെ ഭരണഘടനയ്ക്ക് അനുസൃതമല്ല എന്ന് പറഞ്ഞിട്ട്, ഭരണഘടനയ്ക്കെതിരാണെന്ന് പറഞ്ഞിട്ട്
അത് ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഖുറാൻ സുന്ന സൊസൈറ്റി പോയിരിക്കുന്നത്. ആ കേസിനകത്താണ് അതിലൊത്തിരി കക്ഷികളുണ്ട്. അത് റീസെൻ്റ്ലി നമ്മൾ 7 പേര് കൂടെ ജോയിൻ ചെയ്തു, കക്ഷി ചേർന്നിട്ടുണ്ട്. രണ്ടാമത്തെ കേസ് ഡിഫറെൻ്റ് ആണ്. അത് ഞാൻ ഇത്തരം ഒത്തിരി ഡിസ്ക്രിമിനേഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഡിസ്ക്രിമിനേഷൻസ്, അതായത് മുസ്ലിം വ്യക്തി നിയമത്തിനകത്തും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഈ സംഗതിക്കകത്തും ഒത്തിരി ഡിസ്ക്രിമിനേഷൻസ് ഉള്ളത് കൊണ്ട് ഞാൻ മതം വിട്ടു. അതാണ് എന്നെ മതം വിടാൻ പ്രേരിപ്പിച്ച ഒരു മെയിൻ ഘടകം. ഇസ്ലാമിലെ ശരീഅത്തിലെ പല നിയമങ്ങളും പല പ്രാക്ടീസുകളും ഡിസ്ക്രിമിനേറ്ററിയാണ്. സ്ത്രീയെ ഒരു 2ാം തരം പൗരനായി അല്ലെങ്കിൽ തുല്യതയില്ലാത്ത ഒരു പുരുഷന് പകുതിയായിട്ടാണ്, പുരുഷൻ്റെ പകുതി മാത്രം അവകാശമുള്ള, പുരുഷൻ്റെ പാതി മാത്രം ആയിട്ടാണ് പലയിടത്തും ഇസ്ലാം കണക്കാക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. കാരണം അത് എന്നെ തുല്യതയായി കണക്കാക്കാത്ത ഒരു വിശ്വാസത്തിനകത്ത് നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ മതം വിട്ടു. അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് സ്റ്റിൽ എന്നെ ഇന്ത്യയിലെ നിയമം കണക്കാക്കുന്നത് മുസ്ലിമായിട്ട് തന്നെയാണ്. കാരണം ഞാൻ ഏത് മതത്തിൽ ഏത് കുടുംബത്തിൽ ജനിച്ചുവോ ആ കുടുംബത്തിൻ്റെ ജാതിയും മതവും തന്നെ ഞാൻ വിട്ടാലും നിയമത്തിന് മുന്നിൽ ഞാൻ മുസ്ലിമാണ്. അപ്പോൾ എൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ജാതിയുമില്ല മതവുമില്ല, അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് വേണം. അതാണ് എൻ്റെ രണ്ടാമത്തെ കേസിനകത്ത്. അത് ഞാൻ വ്യക്തിപരമായി കൊടുത്തതാണ്. ബട്ട് അതിനൊരു ഡെഫിനറ്റ്ലി ഇന്ത്യ മുഴുവൻ എല്ലാവർക്കും ബാധിക്കാവുന്ന ഒരു ഇംപ്ലിക്കേഷൻസ് ഉണ്ടാകും ഡെഫിനറ്റ്ലി. കാരണം എനിക്ക് ജാതി, നമുക്കിപ്പോൾ നോ റിലീജിയൻ നോ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങണം, എന്നാലാണ് എനിക്ക് ഈ മതത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വാങ്ങിയാൽ അങ്ങനെ വാങ്ങുന്ന ആൾക്കാരെ താരതമ്യേന സെക്യുലറായ ഇന്ത്യൻ സക്സഷൻ ആക്ടിലേക്ക് മാറാനുള്ള, അത് എൻ്റെ ഈ മുസ്ലിം വ്യക്തി നിയമമാണ് എനിക്കിപ്പോഴും ബാധകം. അത് പറ്റില്ല, എനിക്ക് ഇന്ത്യൻ സക്സഷൻ ആക്ട് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വേണം. അപ്പോൾ അത് പറഞ്ഞിട്ടാണ് നമ്മൾ, അതായത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നോ റിലിജിയൻ നോ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള ഒരു സൗകര്യം വേണം. അങ്ങനെ ഞാൻ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇന്ത്യൻ സക്സഷൻ ആക്ടിനകത്തേക്ക് മാറാൻ പറ്റണം. അങ്ങനെ മാറുന്ന അവസരത്തിൽ എനിക്ക് കാസ്റ്റ് ഡിസബിലിറ്റി ബാധകമാകാനും പാടില്ല. കാരണം സാധാരണഗതിയിൽ ഒരാൾ മതം വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആളെ അവർ ഫാമിലിയിൽ നിന്നും പുറത്താക്കും, കുടുംബത്തിൽ നിന്ന്, ഫാമിലിയിൽ നിന്ന്, സ്വത്തവകാശത്തിൽ നിന്ന് പുറത്താക്കും. അപ്പം നമുക്ക് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 ആണ് നമുക്ക് മത സ്വാതന്ത്ര്യം തരുന്നത്. ശബരിമല കേസിനകത്ത് ജസ്റ്റിസ് ചന്ദ്രചൂഡ് അത് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള അവകാശം എന്ന് പറഞ്ഞു വച്ചിട്ടുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 25 വിശ്വസിക്കാൻ മാത്രമല്ല വിശ്വസിക്കാതിരിക്കാനുള്ള ഒരു അവകാശവും കൂടി പൗരന് തരുന്നുണ്ട്. അപ്പം നമ്മൾ ഭരണഘടനാപരമായ ഈ വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശം എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളെ കാസ്റ്റ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയിട്ട്, സാധാരണഗതിയിൽ ഒരു മുസ്ലിം മതം വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളുടെ കുടുംബ സ്വത്തിൽ നിന്ന് ഒന്നും കിട്ടില്ല, ഒന്നും കൊടുക്കില്ല. അപ്പോൾ ആ ഡിസബിലിറ്റി കൂടെ നമുക്കില്ലാതെ ആവണം. അതും കൂടെ, അങ്ങനെ 3 ആവശ്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ കേസ് കൊടുത്തിരിക്കുന്നത്. അതാണ് 2 കേസ്. പിന്നെ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഒരു 8 മാസമായി കേസ് വിളിച്ചിട്ട് എല്ലാ മാസവും ഇങ്ങനെ ഓരോ ഡേറ്റ് കാണിക്കും, അത് നീണ്ടു പോകുന്നു. അതിനകത്ത് ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് എന്താണെന്ന് വെച്ചാൽ കേസ് വന്ന് 2 കൊല്ലമായി, 2ാമത്തെ കേസ് വന്നിട്ട്. ഞാൻ വ്യക്തിപരമായി ഈ കേസ് രണ്ടാമത്തെ കേസ് കൊടുത്തിട്ട് 2 കൊല്ലമായി. അപ്പോൾ ആ കൊടുത്തപ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനും കേരള ഗവൺമെൻറ്റിനും അവരുടെ അഫിഡവിറ്റ് സമർപ്പിക്കാനായി കോടതി ഉത്തരവിട്ടിരുന്നു. ഇതുവരെ അഫിഡവിറ്റ് സമർപ്പിച്ചിട്ടില്ല. നമ്മളതിന് വെയിറ്റ് ചെയ്യുവാണ്. സ്പെഷ്യൽ മാരേജ് ആക്ട് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പുരോഗമന സമൂഹം ഒരു നല്ല എന്താ പറയുക, സർക്കാരിൻ്റെ ഒരു വിവാഹ വാഗ്ദാനമായി അല്ലെങ്കിൽ ഒരു രജിസ്ട്രേഷനായി നമ്മൾ കാണുന്നതാണ്. മുൻപ് ഞാനടക്കം സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കല്യാണം കഴിച്ചിട്ടുള്ളവരാണ്. നിങ്ങൾക്ക് അറിവുള്ളതാണ്, മുൻപെന്ന് പറയുന്നത് വിദേശത്ത് പോകുന്ന ആളുകളാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് മതപരമായിട്ട് കല്യാണം കഴിച്ചാലും വിദേശത്ത് പോകുന്ന ആളുകൾ നിർബന്ധമായിട്ട് രജിസ്ട്രേഷൻ നടത്തണമായിരുന്നു. ഇപ്പോൾ അത്
നിയമപരമായിട്ട് പ്രാബല്യത്തിലായി. കല്യാണം കഴിച്ചാലും പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് ചെയ്യാം. എൻ്റെ ചോദ്യം അതാണ് സഫിയോട്. ഇപ്പോൾ ഷുക്കൂർ വക്കീൽ അദ്ദേഹത്തിൻ്റെ വിവാഹം മതപരമായി നടത്തിയതിന് ശേഷം 19 വർഷം കഴിഞ്ഞപ്പോൾ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു റീസൺ, അദ്ദേഹത്തിന് 2 പെൺകുട്ടികളാണ്. ഈ പെൺകുട്ടികളുള്ള മുസ്ലിം സമൂഹത്തിലെ ഒട്ടനവധി ആളുകൾ, അദ്ദേഹം കുറേ വക്കീൽമാരെയും ജഡ്ജിമാരെയൊക്കെ പേര് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാമ്പയിനാണ്, സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കല്യാണം കഴിച്ചാൽ സ്വത്തവകാശം സ്വാഭാവികമായി ഇപ്പോൾ സഫിയൊക്കെ ചൂണ്ടിക്കാണിച്ച പോലെ ആ ഒരു കഷ്ടപ്പാട് അനുഭവിക്കാതെ ആ സ്വത്ത് മക്കൾക്ക് കൈമാറാൻ പറ്റും എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അത് ശരിയല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്, ശരിയാണെന്ന് പറയുന്ന ആളുകളുണ്ട്. ഇത് സഫിയ ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അതിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ നന്നായിരുന്നു. ഓക്കെ, ഈ ചോദ്യം ഞാൻ മനസ്സിലാക്കുന്നത്, അതായത് ഇപ്പോൾ മുസ്ലിം വ്യക്തി നിയമത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഒറ്റ മകളാണ്. അപ്പോൾ ആൺ സന്താനമില്ല. ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഒരു 100 സെൻറ്റ് സ്ഥലമുണ്ടെങ്കിൽ എൻ്റെ പ്രോപ്പർട്ടിയുടെ പകുതി, അതായത് 50 സെൻറ്റ് എൻ്റെ ബ്രദറിന് പോകും. എൻ്റെ മരണശേഷം സാധാരണഗതിയിൽ ഒരു ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ ആണെങ്കിൽ അവർക്ക് 100 സെൻറ്റ് സ്ഥലമുണ്ടെങ്കിൽ ആ 100 സെൻറ്റും മകൾക്ക് കിട്ടേണ്ടതാണ്. അതേസമയം മുസ്ലിം ആണെങ്കിൽ, ഒറ്റ പുത്രിയാണെങ്കിൽ 50 സെൻറ്റ് നേരെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഇവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിന് പോവും. ഇനി ബ്രദേഴ്സും ഇല്ല സിസ്റ്റേഴ്സും ഇല്ല, അവരുടെ മക്കളാണ് ജീവിച്ചിരിക്കുന്നതെങ്കിൽ ബ്രദേഴ്സിൻ്റെ മക്കൾക്ക് പോവും. സിസ്റ്റേഴ്സിൻ്റെ മക്കൾക്ക് കിട്ടില്ല. ബ്രദേഴ്സിൻ്റെ മക്കൾക്ക് ആണവകാശം എന്ന നിലയിൽ ഒറ്റ പുത്രിയായ എൻ്റെ മകളുടെ, എൻ്റെ പ്രോപ്പർട്ടിയുടെ 50% അങ്ങോട്ട് പോകും. പക്ഷെ ഒന്നിലധികം പെൺമക്കളാണെങ്കിൽ 1/3 ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിന് പോകും. അതായത് 100 സെൻറ്റിൽ നിന്ന് 33 സെൻറ്റ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിന് പോകും. ബാക്കി 66 സെൻറ്റായിരിക്കും എൻ്റെ മകൾക്ക് കിട്ടുക. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് എന്ന് പറയുന്ന ഒരു ഉപായം. അതായത് ഓൾറെഡി കല്യാണം കഴിച്ച, മതപരമായി കല്യാണം കഴിച്ച ഒരു മുസ്ലിമിന് ഈ മുസ്ലിം വ്യക്തി നിയമത്തിന് പകരം ഇന്ത്യൻ സക്സഷൻ ആക്ട് ബാധകമാകാൻ വേണ്ടിയുള്ള ഒരു കുറുക്കു വഴിയായിട്ടാണ് സ്പെഷ്യൽ മാരേജ് ആക്ടിനെ കാണുന്നത്. പക്ഷേ അതിനകത്തൊരു പ്രശ്നമുണ്ട്. എന്തുകൊണ്ടെന്നാൽ സ്പെഷ്യൽ മാരേജ് ആക്ടിൻ്റെ 20 ആണെന്ന് തോന്നുന്നു, സെക്ഷൻ 20 പറയുന്നത് ഈ ആക്ട് പ്രകാരം വിവാഹം കഴിച്ച ആളുകൾക്ക് ഇന്ത്യൻ സക്സഷൻ ആക്റ്റാണ് ബാധകം എന്ന്. പക്ഷേ ഇന്ത്യൻ സക്സഷൻ ആക്ടിൻ്റെ സെക്ഷൻ 29 58, അതായത് ടെസ്റ്റ്മെൻ്ററി സക്സഷനും ഇൻറ്റർസ്റ്റേറ്റ് സക്സഷനും പ്രതിപാദിക്കുന്ന സെക്ഷനാണ് ഈ ഇന്ത്യൻ സക്സഷൻ ആക്ടിൻ്റെ 29 and 58. ഇതിനകത്ത് രണ്ടിനകത്തും പറയുന്നത്, അതായത് ഒരാൾ വില്ല് എഴുതിയിട്ട് മരിക്കുന്ന അവസ്ഥയും വില്ല് എഴുതാതെ മരിക്കുന്ന അവസ്ഥയിലും സ്വത്ത് എങ്ങനെ ഭാഗം വയ്ക്കും എന്ന് പറയുന്ന 2 സെക്ഷൻസാണ് 29 and 58. ഇതിനകത്ത് പറയുന്നു വളരെ വ്യക്തമായി ഈ സെക്ഷൻ മുസ്ലിങ്ങൾക്ക് ബാധകമല്ല എന്ന്. സ്പെഷ്യൽ മാരേജ് ആക്ടിനകത്ത് സെക്ഷൻ 20 ഈ ആക്ട് പ്രകാരം കല്യാണം കഴിക്കുന്ന എല്ലാവർക്കും ഇന്ത്യൻ സക്സഷൻ ആക്ട് ബാധകമാണ് എന്ന് പറയുകയും ഇന്ത്യൻ സക്സഷൻ ആക്ടിൻ്റെ 29 and 58 അതായത് വില്ലെഴുതി ഉള്ള മരണവും വില്ലെഴുതാതെയുള്ള മരണത്തിലും നിങ്ങളുടെ പ്രോപ്പർട്ടി എങ്ങനെ ഡിവൈഡ് ചെയ്യും എന്ന് പറയുന്നിടത്ത് ഈ 2 സെക്ഷനും ഒരു മുസ്ലിമിന് ബാധകമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങളൊരു മുസ്ലിമായി നിന്നുകൊണ്ട് ഇന്ത്യൻ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കല്യാണം കഴിച്ചിട്ട് നിങ്ങളുടെ മക്കൾക്ക് ഇന്ത്യൻ സക്സഷൻ ആക്ട് പ്രകാരം സ്വത്ത് കിട്ടണമെങ്കിൽ കുറച്ച്, നിങ്ങൾ ബൈയിങ് ലിറ്റിഗേഷൻ എന്ന് പറയില്ലേ, നിങ്ങൾ ലിറ്റിഗേഷൻ ബൈ ചെയ്യുന്നതിന് തുല്യമാണ്. കാരണം
സുപ്രീം കോടതി വരെ പോയി ഇറങ്ങി നമുക്ക് ഈ രണ്ട് ഈ സെക്ഷനും ഒരു കൃത്യത വരാതെ നമുക്ക് ഇതിന് ഒരു ശാശ്വത പരിഹാരമാകുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ദർ ഈസ് എ ക്വസ്റ്റ്യൻ, ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് ലോ. ഇന്ത്യൻ സക്സഷൻ ആക്ടിനകത്ത് ഇത് മുസ്ലിങ്ങൾക്ക് ബാധകമല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതാണോ പ്രിവെയിൽ ചെയ്യുക? സ്പെഷ്യൽ മാരേജ് ആക്ടിലെ ഈ സെക്ഷൻ 20 ആണോ പ്രിവെയിൽ ചെയ്യുക? അതിനാണോ ഖനം കുറയ്ക്കുക എന്നുള്ളത് ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് ലോ. അപ്പോൾ നമ്മളുടെ കേസ്, അതായത് രണ്ടാമത് ഞാൻ കൊടുത്ത കേസിനകത്ത് നമ്മൾ സെക്ഷൻ 29 ഈ 58 കൂടെ ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പം എന്നെ മുസ്ലിമായിട്ടാണല്ലോ കണക്കാക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത് വേണം എന്ന് പറയുമ്പോൾ അതിനകത്ത് മുസ്ലിങ്ങൾക്ക് ബാധകമല്ല, ഈ ആക്ട് ബാധകമല്ല എന്ന് പറയുന്ന ഒരു ഹാൻഡിക്യാപ്ഡ് കൂടെ നമുക്ക് ശരിയാക്കിയെടുത്താൽ മാത്രമേ ഒരു മുസ്ലിമിന് ഇന്ത്യൻ സക്സഷൻ ആക്ട് ബാധകമാകൂ. അതുകൊണ്ട് നമ്മൾ അത് പെറ്റീഷൻ അമെൻഡ് ചെയ്തിട്ട്, കാരണം ഒരു സന്ദർഭത്തിൽ കോടതിയിൽ നിന്ന് തന്നെ ഒരു നിർദ്ദേശം വന്നു, അവർ നോക്കിയപ്പോൾ ഈ സെക്ഷനകത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു നിർദ്ദേശം വന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ ചാലഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അത് അമെൻഡ് ചെയ്ത് ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് ലോ. അടുത്തത് നമ്മൾ ആർട്ടിക്കിൾ 44 നമുക്ക് ഏവർക്കും പരിചയമുള്ളൊരു ഭരണഘടന ഇതാണ്. അതിനകത്ത് ഇപ്പോൾ ഈ സമീപ സമയത്ത് ആണ് BJP സർക്കാർ ഭരണത്തിൽ വന്നിട്ടുള്ളത്. ഭരണഘടന എഴുതിയ കാലം മുതൽ ഇന്ത്യയിലെ പുരോഗമന സമൂഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണം എന്നുള്ളത്. ഞാൻ പോലും ഒരു 40-35 വർഷം മുമ്പുള്ള ഒരു ഡിബേറ്റ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയം മുതൽ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. അതിനൊരു പരിഹാരം കാണുവാൻ ഇതുവരെ ആർക്കും പറ്റിയിട്ടില്ല. എൻ്റെ ചോദ്യം ഇതാണ്, ഇപ്പോൾ BJP നേതൃത്വം കൊടുക്കുന്ന ഒരു NDA സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. അവർ ഭാഗികമായിട്ടെങ്കിലും, മുഴുവൻ പറയാൻ പറ്റില്ല, ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. അത് സത്യസന്ധമായിട്ട് ഒരു പൂർണ്ണതയുള്ള കാര്യമല്ല അവർ നടപ്പിലാക്കാൻ എന്ന് പറഞ്ഞ കാര്യങ്ങൾ. ആയിക്കോട്ടെ. അപ്പോൾ ഇത്രയും മുസ്ലിം വിരുദ്ധത പ്രത്യക്ഷത്തിൽ പറയുകയോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് മുന്നോട്ട് മുസ്ലിം വിരുദ്ധത പറഞ്ഞ് പ്രത്യക്ഷത്തിലല്ല പരോക്ഷമായിട്ട് പറയുകയും ചെയ്യുന്ന ആ ഒരു ഭരണകൂടത്തിന് സഫിയ കൊടുത്തിട്ടുള്ള ഈ കേസ് സ്വാഭാവികമായി ഇതൊരു മുസ്ലിം സ്ത്രീയുടെ തുല്യതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ ഒരു വിഷയം മുൻകൂട്ടി കണ്ടുകൊണ്ട് അവർക്കത് മുസ്ലിം ജനതയെ അടിക്കാനുള്ളൊരു വടി ഇട്ട് കൊടുക്കുകയാണോ എന്നുള്ളൊരു സംശയം ആരെങ്കിലും ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? ഇത് ഇപ്പോഴേ നമുക്ക് കേരളത്തിനും സ്റ്റേറ്റിനും പാസ്സാക്കാവുന്നതേ ഉള്ളൂ ഒരു ജെൻഡർ ജസ്റ്റ് ആയിട്ടുള്ള ഒരു സിവിൽ കോഡ്. ആരെയും ആരെയും ശിക്ഷിക്കാത്ത, എല്ലാവരെയും തുല്യരായി കാണുന്ന ഒരു ജെൻഡർ ജസ്റ്റ് സിവിൽ കോഡ് കേരളത്തിനും പാസ്സാക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇത് 7th ഷെഡ്യൂളിൽ ലിസ്റ്റ് 3-ൽ, അതായത് കൺകറൻറ്റ് ലിസ്റ്റ് 1 നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിന് പാസ്സാക്കാവുന്ന നിയമങ്ങളാണ്. ലിസ്റ്റ് 2 സ്റ്റേറ്റിന് പാസ്സാക്കാവുന്ന നിയമങ്ങളാണ്. കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിനും സെൻറ്ററിനും പാസ്സാക്കാവുന്ന നിയമങ്ങളാണ്. അപ്പോൾ ലിസ്റ്റ് 3-ൽ പെട്ടതാണ്. സ്റ്റേറ്റിനും ഒരു നിയമം പാസ്സാക്കാവുന്നതേ ഉള്ളൂ. ജെൻഡർ ജസ്റ്റ് ആയിട്ടുള്ള, അതായത് ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റാണല്ലോ ഇപ്പം നമ്മളിവിടെ ഭരിക്കുന്നത്. അപ്പം കേരളം പാസ്സാക്കിയാലും മതി. വളരെ മാതൃകാപരമായ മുസ്ലിങ്ങളെയോ അല്ലെങ്കിൽ ദളിതുകളെയോ ആരെയും മാറ്റി നിർത്താത്ത, ആരെയും ശിക്ഷിക്കാൻ ഉദ്ദേശിക്കാത്ത വളരെ ജെൻഡർ ജസ്റ്റ് ആയിട്ടുള്ള ഒരു നിയമം കേരളത്തിന് പാസ്സാക്കിയാലും മതി. അപ്പോൾ കാരണം മാതൃകാപരമായിരിക്കും. കാരണം എല്ലാത്തിനും നമ്പർ 1 ആയ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വരെ മാതൃകയെന്ന് നമ്മൾ പറഞ്ഞ് അഭിമാനിക്കുന്ന കേരളത്തിൽ നിന്ന് ജെൻഡർ ജസ്റ്റ് ആയ ഒരു സിവിൽ കോഡ് വരട്ടെ. അപ്പോൾ നമ്മൾ സ്വാഗതം ചെയ്യും. കാരണം ലോകം തന്നെ അംഗീകരിക്കും. കാരണം ലോകം മുഴുവൻ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് മുസ്ലിം സ്ത്രീയുടെ സ്വത്തവകാശ പ്രശ്നം. ലോകത്തിലെ എല്ലാ മുസ്ലിം സ്ത്രീകളും അഭിമുഖീകരിക്കുന്ന പല മുസ്ലിം രാജ്യങ്ങൾ തന്നെ നടപ്പാക്കിയിട്ടുള്ള ഒന്നാണ് തുല്യ സ്വത്തവകാശം. ചില മുസ്ലിം രാജ്യങ്ങളൊക്കെ ഓൾറെഡി നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. കാരണം അതുകൊണ്ട് ഇതൊരു
ഒരിക്കലും മാറ്റാൻ പറ്റാത്ത നിയമമല്ല. ഇസ്ലാമിൻ്റെ 5 പില്ലേഴ്സിനെ തൊടുന്നേയില്ല. അതായത് ഒരു എസെൻഷ്യൽ പ്രാക്ടീസിനെ ഒന്നും തൊടാത്തൊരു സംഗതിയാണ് ഇത്. 5 പില്ലേഴ്സ് ഓഫ് ഇസ്ലാമിനെ തൊടുന്ന ഒരു സാധനമല്ല. പിന്നെ ഇതെന്ന് വെച്ചാൽ നിങ്ങൾ പെങ്ങൾക്ക് തുല്യ സ്വത്ത് നമ്മൾ സ്വമേധയാ കൊടുത്തത് കൊണ്ട് ഒരിക്കലും പടച്ചോൻ ആരെയും ശിക്ഷിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം നിങ്ങൾ വിട്ടുകൊടുക്കുകയാണ്. നിങ്ങൾ മതനിയമത്തെക്കാൾ നിങ്ങൾ ഉയർന്ന ഒരു മനുഷ്യത്വപരമായ ഒരു തീരുമാനം എടുക്കുന്നത് കൊണ്ട്, നിങ്ങൾ വിട്ടുകൊടുക്കുന്നതുകൊണ്ട് പടച്ചോൻ ശിക്ഷിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം നല്ല കാര്യമല്ലേ ചെയ്യുന്നത്, വിട്ടുകൊടുക്കുകയല്ലേ ചെയ്യുന്നത്, നിങ്ങളുടെ പ്രിവിലേജിൽ നിന്ന് വിട്ടുകൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് മുസ്ലിം സമൂഹം തന്നെ ഏറ്റെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നിങ്ങൾ പിടിച്ചു വയ്ക്കാതെ മാതൃകാപരമായി സമുദായത്തിനകത്ത് നിന്ന് തന്നെ ശരിയാണ്, ഇത് തുല്യതയുടെ ഒരു പ്രശ്നമാണ്, നമ്മുടെ ഭരണഘടനാ പ്രശ്നമാണ്. ഡെഫിനറ്റ്ലി നമുക്ക് മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ആർട്ടിക്കിൾ 25 മതസ്വാതന്ത്ര്യമുണ്ട്. ആ ആർട്ടിക്കിൾ 25 നമ്മൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ ആർട്ടിക്കിൾ 14ഉം 15ഉം ഹനിച്ചുകൊണ്ട് നമുക്ക് 25 ഉയർത്തിപ്പിടിക്കാൻ പറ്റില്ല. അത് ആർട്ടിക്കിൾ 25 തന്നെ എഴുതി വച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് സബ്ജക്റ്റ് ടു അതർ സെക്ഷൻസ് ഓഫ് ദിസ് പാർട്ട്. അതായത് തുല്യതയെ ഹനിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മൗലികാവകാശങ്ങളിൽ ഏതിലെങ്കിലും ഒന്നിനെ ഹനിച്ചുകൊണ്ട് ആർട്ടിക്കിൾ 25 നിങ്ങൾക്കിവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഈ മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി എഴുതി വച്ചിരിക്കുന്ന ആർട്ടിക്കിൾ 25 എഴുതി വച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് സബ്ജക്റ്റ് ടു അതർ സെക്ഷൻസ് ഓഫ് ദിസ് പാർട്ട് എന്ന്. തന്നെയുമല്ല, ഇതിപ്പോൾ എന്താ പറയുക, ഒരു മുസ്ലിം സമൂഹം എന്തെങ്കിലും പ്രശ്നം, മുസ്ലിങ്ങൾ മൊത്തത്തിലൊരു പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ അത് മുസ്ലിം സ്ത്രീയും നേരിടുന്നുണ്ട്, ഓഫ് കോഴ്സ്. അപ്പം അങ്ങനെ പ്രശ്നം നേരിടുന്ന മുസ്ലിം സ്ത്രീ ഇതിനകത്ത് പാട്രിയാർക്കിയുടെ പ്രശ്നം കൂടെ, ഇതിനകത്ത് പാട്രിയാർക്കിയുടെ ഒരു അടിച്ചമർത്തൽ കൂടെയാണ് ഈ മുസ്ലിം സ്വത്തവകാശ പ്രശ്നത്തെ നേരിടുന്നത്. അപ്പോൾ ഒരു വിധത്തിൽ മുസ്ലിം സമൂഹം മൊത്തത്തിൽ നേരിടുന്ന ഒരു പ്രശ്നവും ഈ സമൂഹത്തിനകത്തെ പാട്രിയാർക്കിയുടെ ഒരു അടിച്ചമർത്തൽ കൂടെ നമ്മൾ സ്ത്രീകളെന്ന നിലയിൽ നമ്മൾ നേരിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വശത്ത് അടിച്ചമർത്തലുകളെക്കുറിച്ചും നിങ്ങളുടെ അവകാശ നിഷേധങ്ങളെക്കുറിച്ചും ഉറക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ സമരം പ്രഖ്യാപിക്കുമ്പോൾ അതിനകത്ത് തന്നെയുള്ള ഏകദേശം പകുതി വരുന്ന, ആ സമുദായത്തിനകത്ത് തന്നെ വരുന്ന പകുതിയോളം ആൾക്കാരെ നിങ്ങൾ അടിച്ചമർത്തിക്കൊണ്ടാവരുത് മറ്റൊരു അടിച്ചമർത്തലിനെ കുറിച്ച് പറയുന്നത്. കാരണം നമ്മൾ സ്ത്രീകളോടുകൂടി നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം വരൂ, നമുക്കിതിനെതിരെ പോരാടാമെന്ന് പറയുമ്പോൾ അതേസമയം നിങ്ങൾ അതിനകത്തുള്ള 50% വരുന്ന സ്ത്രീകളെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാതൃകാപരമായി നിങ്ങളത് ചെയ്യാതെ അവരുടെ അവകാശങ്ങൾ കൂടെ എന്താ പറയുക, അവരുടെ അവകാശങ്ങളെ കൂടെ അംഗീകരിച്ചുകൊണ്ട് അവരുടെ ഭരണഘടനാ വാഗ്ദാനങ്ങളെ കൂടെ കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് കൂടെ ഈ തുല്യത കൊടുത്തുകൊണ്ട് അവരെ കൂടെ കൂട്ടിപ്പിടിക്കണം. ഈ സമരത്തിനും നിങ്ങളുടെ എന്താ പറയുക പോരാട്ടങ്ങൾക്കും അവരെ കൂടെ കൂട്ടിപ്പിടിക്കണം, അവരെ കൂടെ വിശ്വാസത്തിലെടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു ചോദ്യം കൂടി ചോദിക്കുള്ളൂ. ഇത് 1983 മുതലാണ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള മേരി റോയ് കേസ് വളരെ വിശാലമായ അർത്ഥത്തിൽ ലോകം മുഴുവനല്ല, ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുകയും 86 ഒരു വിധിയിലൂടെ തിരുവിതാംകൂറിലുള്ള ക്രിസ്ത്യാനികളുടെ കുട്ടികൾക്കുള്ള സ്വത്തവകാശം തുല്യമാക്കുകയും ചെയ്ത ഒരു കോടതി വിധി ഉണ്ടായത്. ഞാൻ ഒരു തിരുവിതാംകൂർ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. അതെനിക്ക് അതിനകത്ത് എക്സ്പീരിയൻസ് അറിയാൻ പറ്റും. കാരണം എൻ്റെ സഹോദരിമാരെ കല്യാണം കഴിച്ച സമയത്തൊക്കെ, ആദ്യ സമയത്ത് കുറേ വർഷം മുമ്പ്, അവർക്ക് അന്ന് കൊടുത്ത സ്ത്രീധനത്തിൻ്റെ തുക എന്ന് പറയുന്നത് വളരെ ചെറിയ തുകയായിരിക്കും. നമുക്കെല്ലാവർക്കും അറിയാം, അന്ന് സ്ത്രീധനം നിരോധന നിയമമൊന്നും പ്രാബല്യത്തിലില്ല. അപ്പോൾ കൊടുക്കുന്ന സംഖ്യ ചെറുതാണെങ്കിലും ഈ നിയമം വന്നതിന് ശേഷം തുല്യമായ സ്വത്ത് അവർക്ക് വീതിക്കേണ്ട ഒരു അവസ്ഥ കേരളീയരായ ക്രിസ്ത്യാനികൾക്കിടയിൽ മുമ്പ് വടക്കും തെക്കൊക്കെ ഉണ്ടെങ്കിലും ഈ തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്നില്ല. അതിനെതിരെയാണ് മേരി റോയി ചലഞ്ച് ചെയ്യുകയും കേസ് കൊടുക്കുകയും
അനുകൂലമായ വിധി നടപ്പിലാക്കുകയും ചെയ്തു. എൻ്റെ ചോദ്യം, ആ കേസും ഇപ്പോൾ സഫിയ കൊടുത്തുള്ള കേസും സമാനതകളുണ്ടോ, അതല്ലെങ്കിൽ രണ്ടും ഒരുപോലെയാണോ? അതാണ് എൻ്റെ ചോദ്യം. അതായത് മുസ്ലിം വ്യക്തി നിയമവും ട്രാവൻകൂർ ക്രിസ്ത്യൻ സക്സഷൻ ആക്റ്റും തമ്മിലുള്ളൊരു കമ്പാരിസൺ എങ്ങനെയാണെന്ന് വെച്ചാൽ, ട്രാവൻകൂർ ക്രിസ്ത്യൻ സക്സഷൻ ആക്ട് ഓഫ് 1916 1916 അത് നിലവിൽ വരുന്നത്. അതൊരു കോഡിഫൈഡ് നിയമമായിരുന്നു, നിയമരൂപേണ എഴുതപ്പെട്ട ഒരു സാധനമായിരുന്നു. മുസ്ലിം വ്യക്തി നിയമം 37 വന്ന കോഡിഫൈ ചെയ്യാത്തൊരു നിയമമാണ്. ഈ ട്രാവൻകൂർ ക്രിസ്ത്യൻ സക്സഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂർ ഭാഗത്ത് മാത്രമുള്ള ക്രിസ്ത്യാനികൾക്ക് നിലവിലിരുന്ന ഒരു നിയമമാണ്. നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് തിരുവിതാംകൂർ ഇന്ത്യയുടെ ഭാഗമല്ല. അതിനുശേഷമാണ് ഇന്ത്യയിലേക്ക് ചേർക്കപ്പെടുന്നത്. അതിനുശേഷം 1951 ഒരു നിയമപ്രകാരം ഇന്ത്യൻ സക്സഷൻ ആക്റ്റാണ് ട്രാവൻകൂർ ഭാഗത്തുള്ള ക്രിസ്ത്യാനികൾക്ക് ബാധകം എന്ന് പറഞ്ഞിട്ട്, അതായത് ഇന്ത്യയിൽ നിലവിലുള്ള നിയമങ്ങൾ പിന്നീട് ഇന്ത്യയിൽ ലയിച്ച നാട്ടുരാജ്യക്കാർക്കും കൂടെ ബാധകമാണ് എന്ന് പറഞ്ഞിട്ടൊരു നിയമം 1951 നിലവിൽ വരുന്നുണ്ട്. അപ്പോൾ ബാധകമാക്കപ്പെടുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ എന്ത് നിയമമാണോ നിലവിലുള്ളത്, പിന്നീട് ലയിച്ച രാജ്യത്തിലൊക്കെ എന്തൊക്കെ നിയമമാണോ അതെല്ലാം റിപ്പീൽ ചെയ്യപ്പെടുകയും ഇന്ത്യയിലെ നിയമം എല്ലാവർക്കും ബാധകമാണെന്ന് പറഞ്ഞിട്ടും ട്രാവൻകൂറിൽ ഇതൊരു പ്രാക്ടീസായിട്ട് നിലവിലിരുന്നു. അതായത് ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് ഒന്നും കൊടുക്കൂല. കെട്ടിച്ചു വിടുന്ന സമയത്ത് കുറച്ച് സ്ത്രീധനം എന്ന പേരിൽ കുറച്ച് എമൗണ്ട് കൊടുക്കും. ഭാഗം ചെയ്യുമ്പോൾ അതിനകത്ത് ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് ഒരു പങ്കുമില്ല. അങ്ങനെ അതൊരു പ്രാക്ടീസായി നടന്നു പോയിരുന്നതാണ്. അത് 1986 മേരി റോയുടെ ഐതിഹാസിക പോരാട്ടത്തിൻ്റെ സമയത്ത് വിധി വരുന്നത്. അപ്പം എന്താ കോടതി പറഞ്ഞതെന്ന് വെച്ചാൽ, 51 ആ ഒരു സ്റ്റാറ്റസ് വെച്ചിട്ട് ഈ നിയമം അന്നേ റിപ്പീൽ ചെയ്യപ്പെട്ടതാണ്. ഈ നിയമം ഇവിടെ അതൊരു പ്രാക്ടീസ് മാത്രമാണ്, നിയമമായിട്ടത് പ്രാബല്യത്തിലില്ലായിരുന്നു. അപ്പം അന്നേ റിപ്പീൽ ചെയ്യപ്പെട്ട നിയമമാണ്. അതുകൊണ്ട് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഇറ്റ്സ് ഓൾറെഡി റിപ്പീൽഡ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി ഒരു നിയമം അവിടെ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ മുഴുവൻ ക്രിസ്ത്യാനികൾക്കും ബാധകമായ ഇന്ത്യൻ സക്സഷൻ ആക്ട് ട്രാവൻകൂർ ഭാഗത്തുള്ള കുറച്ച് ക്രിസ്ത്യാനികൾക്കും കൂടെ ബാധകമാണ്. അതായത് എല്ലാ ഇന്ത്യയിലെ പ്രജകൾക്കും കൂടെ ബാധകമാണ് എന്നൊരു ഓർഡർ വന്നു. അത് എളുപ്പമായിരുന്നു. നമുക്ക് എന്ന് പറഞ്ഞാൽ ഇത് കോഡിഫൈ ചെയ്യപ്പെട്ടിട്ടില്ല, പുതിയ നിയമം ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ ഒരു ചാലഞ്ച് നമ്മുടെ മുന്നിലുണ്ട്. അപ്പം അതിന് ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഇതാണ്, എൻ്റെ ഒരു കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. കാരണം ഓൾറെഡി 51 ഈ സാധനം പോയതായിരുന്നു. അതുകൊണ്ട് കോടതിക്ക് എളുപ്പമുണ്ടായിരുന്നു. മേരി റോയുടെ ഫൈറ്റ് ഒരിക്കലും എളുപ്പമല്ലായിരുന്നു. ഡെഫിനറ്റ്ലി അവരുടെ ഫൈറ്റ് ഇത്രയും കാലം അവർ ഫൈറ്റ് ചെയ്തു. ആ ഫൈറ്റ് എളുപ്പമല്ല. കാരണം പാട്രിയാർക്കിക്കെതിരെയാണ് അവർ ഫൈറ്റ് ചെയ്തത്. അതും ഒരു ഒറ്റയാൾ പോരാട്ടമായിരുന്നു. അതുകൊണ്ട് ആ ഫൈറ്റ് എളുപ്പമല്ലായിരുന്നു. പക്ഷേ ഇത് പകരം വയ്ക്കാനൊരു നിയമം ഓൾറെഡി ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. നമുക്ക് എന്ന് പറഞ്ഞാൽ ഒരു നിയമം വേറെ വേണ്ടി വരും. അതാണ് എൻ്റെ കമ്പാരിസൺ. ഒരു ചെറിയ സമയം കൂടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് ഈ വിഷയമായിട്ട് ചോദിക്കാനില്ല, ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തതാണ്. ഇന്ത്യയിൽ ഇവിടെ നീളം ഹൈക്കോടതികളിൽ 63 ലക്ഷത്തിലധികം കേസുകൾ കെട്ടിക്കിടക്കുന്നു. സുപ്രീം കോടതിയിൽ 86,000, കീഴ്ക്കോടതിയിൽ 4.5 കോടി. ഇത് കെട്ടിക്കിടക്കുന്ന കേസുകൾ. എക്സിക്യൂഷൻ പെൻഡിങ് എത്ര നടക്കുന്നുണ്ടോ? കോടതികളിൽ വിധി പറയുന്ന മാത്രമേ ഉള്ളൂ. അത് പ്രായോഗികമായി എടുക്കുന്നുണ്ടോ, അത് നിവർത്തിക്കപ്പെടുന്നുണ്ടോ എന്ന് ആര് നോക്കും? ഇവിടുത്തെ രാഷ്ട്രീയക്കാർ നോക്കുന്നില്ല, ഇവിടുത്തെ കോടതി പോലും നോക്കുന്നില്ല. പിന്നെ നമ്മൾ ഏത് കേസിന് എന്തിനാ പോകുന്നതെന്നാണ് എൻ്റെ ഒരു സംശയം. അല്ല, ഇതിപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ സിസ്റ്റമും അങ്ങനെയാണല്ലോ. കോടതിയിൽ കേസ് കെട്ടിക്കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് മേരി റോയ് പോകാതിരുന്നെങ്കിൽ ഇന്നും ക്രിസ്ത്യൻ സ്ത്രീകൾക്കൊന്നും കിട്ടില്ലായിരുന്നു. നമ്മൾ ആവശ്യപ്പെടണം. ഡെഫിനറ്റ്ലി കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആവശ്യപ്പെടുന്നു. ഇതുവരെ ആരും ആവശ്യപ്പെട്ടില്ല, നമ്മൾ ആവശ്യപ്പെടുന്നു. ന്യായമാണ്. ഭരണഘടന അവകാശങ്ങളെ ഹനിക്കുന്ന ഒരു നിയമമാണ്. അത്
നിയമത്തിന് മുന്നിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഒരു അവകാശ പോരാട്ടം തന്നെയാണിത്. അതിപ്പോൾ നമ്മൾ ഇവിടെ സിസ്റ്റത്തെ പഴിച്ചുകൊണ്ട് ചുമ്മാ ഇരിക്കാൻ ഞങ്ങൾ സ്ത്രീകൾക്ക് പറ്റൂല. ഞാൻ വക്കീലല്ല, കോടതി വ്യവഹാരി മാത്രമാണ്. എനിക്ക് അതിൻ്റെ കണക്കറിയില്ല. നിങ്ങൾ ഈ ഗൂഗിൾ നോക്കി പറഞ്ഞ കണക്ക് എനിക്കറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് ബോധേഡുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അവകാശം അത് കിട്ടും വരെ ഞാൻ പോരാടും. സുഹൃത്തെ, അതെ, നമ്മൾ പൊതു വിഷയങ്ങളല്ലല്ലോ, നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം മാത്രം സഫിയോട് ചോദിക്കാം. എക്സിക്യൂഷൻ പെൻഡിങ് എന്ന് പറഞ്ഞാലേ എൻ്റെ സ്വന്തം കേസ് എക്സിക്യൂഷൻ പെൻഡിങ് കിടപ്പുണ്ട്. പക്ഷെ അത് പറഞ്ഞിട്ട് ഞാൻ എന്നെ മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളെയും ബാധിക്കുന്ന ഒരു പോരാട്ടം, എൻ്റെ സ്വന്തം കേസ് അവിടെ കിടപ്പുണ്ട്. കഴിഞ്ഞ 10-12 വർഷമായി ഞാൻ ഫൈറ്റ് ചെയ്യുന്ന എൻ്റെ വ്യക്തിപരമായ കേസ് കിടക്കുന്നുണ്ട്. നമ്മുടെ എൻ്റെ പല സുഹൃത്തുക്കൾക്കും അറിയാം ഞാൻ ഈ പോരാട്ടം, എൻ്റെ വ്യക്തിപരമായ കേസ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് പലർക്കും അറിയാം. പക്ഷെ അതവിടെ കിടക്കുമ്പോഴും ഇത് അനീതിയാണ്, എന്നെ ഒരാളെ ബാധിക്കുന്നതല്ല, മുഴുവൻ ഇന്ത്യൻ സ്ത്രീകളുടെയും പ്രശ്നമാണ്. അതങ്ങനെ വെറുതെ എന്തെങ്കിലും ഉമ്മാക്കി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സിസ്റ്റത്തിൻ്റെ പ്രശ്നം പറഞ്ഞുകൊണ്ട് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഹലോ മാഡം, ഈ നമ്മുടെ ഹിന്ദു കമ്മ്യൂണിറ്റി തന്നെ ഇപ്പോൾ ഇന്ത്യൻ സക്സഷൻ ആക്ട് പ്രകാരം ഇപ്പോൾ 8 മെമ്പേഴ്സുള്ള ഒരു ഫാമിലിയുടെ ഒരു കാര്യം എനിക്കറിയാം. അതിൽ ഒരു സിസ്റ്ററായിട്ടുള്ള ആൾ മാത്രം ഈ സ്വത്തിന് വേണ്ടി ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ഒരു ബ്രദർ ഇതെല്ലാം കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. പക്ഷേ മറ്റ് സിസ്റ്റേഴ്സോ മറ്റ് ബ്രദേഴ്സോ, സിസ്റ്റേഴ്സാണ് കൂടുതലും, അവർ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നില്ല യാതൊരു തരത്തിലും. ഇവർ ഒറ്റപ്പെട്ട ഫൈറ്റാണ്. മാഡം ചെയ്യുന്ന പോലെ തന്നെ അതായത് ഒറ്റയ്ക്ക് ഒരു സോളിറ്ററി ഫൈറ്റ് നടത്തേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? കാരണം ഓൾറെഡി നിയമം ഉള്ളതാണ്. പക്ഷേ അത് പിന്നെ പ്രത്യേകിച്ച് വളരെ സീനിയർ സിറ്റിസനാണ്, 75 ഇയേഴ്സ് ഉള്ള ആളാണ്. അപ്പോൾ അതിനെന്തെങ്കിലും പ്രത്യേക നിയമം ഉണ്ടോ എന്നാണ്. ഇത് ഒരു വക്കീല് പറയേണ്ട ചോദ്യമാണ്. ഞാൻ അത്രമാത്രം പഠിച്ചിട്ടില്ല. കാരണം സീനിയർ സിറ്റിസൺ നിയമങ്ങളൊക്കെ സീനിയർ സിറ്റിസൺസിന് അനുകൂലമായ വളരെയധികം നിയമങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഇത് കൃത്യമായും ഇതിനെന്താണ് പരിഹാരം എന്നൊരു വക്കീലിനോട് ചോദിക്കണം. ഞാൻ വെറും BCom ഫെയിൽഡാണ്. ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചുള്ള ഒരു സംശയമാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ആൾറെഡി മാരേജ്, ഡൈവോഴ്സ്, സക്സഷൻ, ഈ 3 കേസിൽ വ്യക്തി നിയമം കോമൺ അല്ലാതുള്ളൂ. ബാക്കി എല്ലാ വ്യക്തി നിയമങ്ങളും IPC, CPC എല്ലാം കോമൺ ആണ്. മാഡം നേരത്തെ പറഞ്ഞത് മാതിരി ഇപ്പോൾ സക്സഷൻ ആക്ടിൻ്റെ ഇത് മുസ്ലിങ്ങൾക്ക് ബാധകമല്ല എന്ന ഒരു സെക്ഷനിൽ മാത്രം അമെൻഡ് ചെയ്യുക, അങ്ങനെ ചെറിയ അമെൻഡ്മെൻറ്റ് കണ്ടുകൊണ്ട് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ല ഈ ഏകീകൃത സിവിൽ കോഡിൻ്റെ ക്വസ്റ്റ്യൻ. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ചുൻ കെ നികാൽ ദേഗ എന്ന് പറഞ്ഞ ഒരു ആഭ്യന്തരമന്ത്രി നിലവിലുള്ള സമയത്ത് നിഷ്പക്ഷമായിട്ടും എല്ലാവരെയും സ്വാധീനിക്കത്തക്ക രീതിയിലുമുള്ള, എല്ലാവരെയും ഈക്വലായിട്ട് കൺസിഡർ ചെയ്യുന്നതുമായ ഒരു ഏകീകൃത സിവിൽ കോഡ് സാധ്യമാണോ? ഐ ഡോണ്ട് തിങ്ക്, എനിക്ക് തോന്നുന്നില്ല അങ്ങനെ. ഇത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സെൻറ്ററിൽ നിന്ന് വേണമെന്ന് നിർബന്ധമില്ല. സ്റ്റേറ്റിൽ അങ്ങനത്തെ പ്രശ്നമില്ലല്ലോ. നമ്മളെ ചുൻ കെ മാരേങ്കെ എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് ഇവിടെ ഇല്ല. മുസ്ലിങ്ങളെ കൂടുതൽ പരിഗണിക്കുന്ന, എല്ലാ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരെയും തുല്യരായി കാണണമെന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ, അങ്ങനെ ഒരു പ്രത്യയശാസ്ത്രം നയിക്കുന്ന ഒരു പാർട്ടിയുടെ ഭരണാധികാരികളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും ഈ പ്രശ്നമില്ല. നിങ്ങൾ ഈ പറയുന്ന ചുൻ കെ മാരേഗ എന്ന് പറയുന്ന പ്രശ്നം ഇവിടെ ഇല്ല. കേരളം കൊണ്ടുവരട്ടെ, ഞാൻ തീർച്ചയായിട്ടും കേരളത്തിൽ നിന്ന് വരട്ടെ. മാതൃകാപരമായ ഒരു സാധനം കേരള ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റും. കേരളത്തിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും ഇനിയിപ്പോൾ കോൺഗ്രസ് ഭരിച്ചാലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ 2 കൂട്ടരും എന്തായാലും ഈ ചുൻ കെ മാരേഗ എന്ന് പറയത്തില്ലല്ലോ. അപ്പോൾ അവർ കൊണ്ടുവരട്ടേന്നേ. അപ്പോൾ അവർക്കും, കാരണം അവർക്ക് പറയാലോ ഞങ്ങളാണ് മുസ്ലിം സ്ത്രീകൾക്ക് അവകാശം കൊടുത്തത്, തുല്യ അവകാശം കൊടുത്തതെന്ന് അവർക്ക് പറയാലോ. ലെറ്റ് ദം ഡു ഇറ്റ്. ഉത്തരാഖണ്ഡിൽ ഈ നിയമം വന്നു കഴിഞ്ഞാൽ, ഉത്തരാഖണ്ഡിൽ ഓൾറെഡി ഒരു യൂണിഫോം സിവിൽ കോഡ് വന്നു കഴിഞ്ഞല്ലോ. ഉത്തരാഖണ്ഡിൽ ഈ നിയമം വന്നു കഴിഞ്ഞു, സെൻറ്ററിന് ചെയ്യാം. കാരണം ഞാൻ പറഞ്ഞുതരാം. അതായത് കൺകറൻറ്റ് ലിസ്റ്റ് 3
5th ഐറ്റമാണിത്. 5th ഐറ്റത്തിൽ പറയുന്നത് എന്താണെന്നറിയാമോ? മാരേജ് ആൻഡ് ഡിവോഴ്സ്, ഇൻഫൻസ് ആൻഡ് മൈനേഴ്സ്, അഡോപ്ഷൻ, ബിൽസ്, ഇൻഡസ്ട്രസി ആൻഡ് സക്സഷൻ, ജോയിൻറ്റ് ഫാമിലി ആൻഡ് പാർട്ടീഷൻ. ഇത്തരം കാര്യങ്ങളിൽ, അതായത് ലിസ്റ്റ് 3യിൽ പെടുന്നു, ഇത്തരം കാര്യങ്ങളിൽ സ്റ്റേറ്റിനും നിയമം ഉണ്ടാക്കാം. ഉത്തരാഖണ്ഡിൽ വന്നു കഴിഞ്ഞു. ഏകപക്ഷീയം അല്ല, ഏകപക്ഷീയമാണ്. ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞ കേരള ഗവൺമെന്റ് അതിനകത്തുണ്ട്. ഡെഫിനറ്റ്ലി ഉത്തരാഖണ്ഡിലെ നിയമം വേണ്ടെന്ന് നമുക്ക് കേരള ഗവൺമെന്റ്. എൻ്റെ ചോദ്യം ജസ്റ്റ് ഇത്രേ ഉള്ളൂ. അതായത് നമ്മുടെ പ്രശ്നം ഇവിടുത്തെ ജെൻഡർ ഇനീക്വാലിറ്റി പരിഹരിക്കപ്പെടുക എന്നുള്ളതാണോ, ഒരൊറ്റ നിയമം കൊണ്ടുവരിക എന്നുള്ളതാണോ? ഏതാണ് നമുക്ക് ഇമ്പോർട്ടൻസ്? അതായത് മുസ്ലിം വ്യക്തി നിയമത്തിനകത്തുള്ള മുസ്ലിം വ്യക്തി നിയമത്തിനകത്തുള്ള ജെൻഡർ ഇനീക്വാലിറ്റിയും കുഞ്ഞുങ്ങളോട്, അതായത് മുസ്ലിം പെൺകുട്ടികളോട് മാത്രമല്ല. ഉദാഹരണത്തിന് ഇപ്പം ഞാൻ മരിച്ചു പോവുകയാണ്, എൻ്റെ ഫാദർ ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ മരിച്ചുപോയി, എനിക്ക് 10 സെൻറ്റ് സ്ഥലമുണ്ട്, എൻ്റെ ഫാദറിന് 100 സെൻറ്റ് സ്ഥലമുണ്ട്. ഞാൻ മരിച്ചു പോയാൽ എൻ്റെ സ്വത്തിൻ്റെ 1/6 എൻ്റെ ഫാദറിനും മദറിനും പോവും. 10 സെൻറ്റിൻ്റെ 1/6 എൻ്റെ ഫാദറിനും മദറിനും പോവും. 100 സെൻറ്റുള്ള എൻ്റെ അപ്പൻ്റെ സ്വത്തിൽ നിന്ന് ഒന്നും തന്നെ എൻ്റെ ഏക മകൾക്ക് കിട്ടില്ല. അപ്പം അവൾ അനാഥമാകുകയാണ്. കാരണം മക്കൾ വെറുതെ വളർന്നു വരില്ലല്ലോ. ഏകീകൃത സിവിൽ കോഡ് തന്നെ വേണമെന്ന് എനിക്ക് വാശിയൊന്നുമില്ല. ഞങ്ങളുടെ പ്രശ്നം പരിഹരിച്ചു തരണം. എനിക്ക് എൻ്റെ പ്രശ്നം എൻ്റെന്നല്ല, മുസ്ലിം സ്ത്രീയുടെ പ്രശ്നം പരിഹരിച്ചു തരണം. മുസ്ലിം സ്ത്രീകളുടെ പ്രശ്നം സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ്. ഇല്ല, ചോദ്യങ്ങൾ ഇനി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ടൈം കഴിഞ്ഞു. എന്തായാലും വളരെ നല്ല രീതിയിൽ ഉത്തരം പറഞ്ഞ സഫിയയ്ക്ക് നന്ദി.